കൂട്ടുകാരൻ്റെ ബെഡ് സ്പേസിൽ ഇങ്ങനെ നല്ലോണം കിടന്നുറങ്ങി. താങ്ക് യു ബ്രെറ്റ് ബ്രദർ. അതെ, ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയെങ്കിൽ ശരിയല്ലേ. കുറച്ച് നേരത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേസ്. അയ്യോ, കുറേ ചെടികളൊക്കെ ഉണ്ട്. പൊളിയല്ലേ. നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ്. നമ്മൾ താഴെ എത്തി, പുറത്തോട്ട് പോകാൻ പോകുന്നു. നേരെ സെല്ലേർണോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് നമ്മുടെ പരിപാടികൾ അപ്ലൈ ചെയ്യേണ്ട സ്ഥലം ഗൈസ്. അപ്പം അവിടെ പരിപാടിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ലിഫ്റ്റ്, ഒരു വെറൈറ്റി മറ്റേ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ഗ്രഡ്ജ് സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം ലിഫ്റ്റ് പോലെയല്ലേ ഗൈസ്. അടഞ്ഞ മച്ചാനൊരു സിഗരറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഒരു സിഗരറ്റൊക്കെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഗൈസ് സോറി, ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളത്. ഇത്രയും വൃത്തിയായിട്ടൊരു ശീലം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിത് വീഡിയോയിൽ ഇടുന്നില്ല. അയ്യോ ഗൈസ്, വി ആർ ഔട്ട് സൈഡ്. പൊളി. ഇതാണ്ടോ നമ്മൾ നിന്ന ബിൽഡിങ്, ആന ബിൽഡിങ് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങാടെ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല മച്ചാനെ. ഹായ്. അങ്ങനെ അപ്പോൾ നമ്മൾക്ക് നോക്കാം. ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ അതൊന്നുമല്ല ഹൈലൈറ്റ്. സൈഡിൽ 2-3 പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഏതോ വച്ചാൽ നോക്കിയേ. ദാറ്റ് ഈസ് എ ബിഗ് വേർഡ്, ദാറ്റ് ഈസ് എ ബിഗ് വേർഡ്. ഏയ് ഇത് കൊള്ളാലോ. ഇതെന്താ സംഭവം? മറ്റേ മൗണ്ടെയിൻ ക്ലൈമ്പിങ്ങിൻ്റെ സാധനമാണോ? തിരിച്ചു വരുമ്പോൾ ഇവിടേക്ക് ഒന്ന് കുത്തി മറിയേണ്ടതല്ലേ ഗൈസ്. യെസ് യെസ്, എനിക്ക് തോന്നുന്നു ഇതാണ് ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. നോക്കി നോക്കട്ടെ. ലെറ്റ്സ് ഗോ. കിറുക്കന്മാരുണ്ട് ഇവിടെ നിറച്ച്. നൈസിന് പോണം. ഈ സ്ഥലം നോക്കി, നല്ല രസമല്ലേ. പെയിന്റ് ജോബൊക്കെ ഇവിടെ ഇട്ടിരുന്നു ഗൈസ്. ഇത് ഇവിടെ എന്താ താഴോട്ടൊക്കെ എന്തോ വഴിയുണ്ടല്ലോ. ട്രെയിനിൻ്റെ ആണ് തോന്നുന്നത്. നോക്കട്ടെ. ഓ താഴെ എന്തോ ഷോപ്പിംഗ് മാള് സെറ്റപ്പാ ഗൈസ്. പക്ഷെ ഇത് നൈസല്ലേ, കൊള്ളാല്ലേ. ആരോ വിളിക്കണ്. അമ്മ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാം. ചെറിയ ചാറ്റൽ മഴയുണ്ട് ഗൈസ്. നല്ല കൂളിങ്, നല്ല അറ്റ്മോസ്ഫിയർ. അടിപൊളി മുത്തേ. ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നിന്ന് അങ്ങടെ നടക്കണം. എൻ്റെ പൊന്നോ, കിറുക്കന്മാർ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതാക്കണേന്ന് ചുമ്മാ അവരുടെ അടുത്ത് കൈ പിടിച്ചിട്ട് എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ. എൻ്റെ പൊന്നെ ഇത് ഗൈസ്. ഇത് നൈസ് വർക്ക് അല്ലേ. കുറേ പേര് കുട വെക്കാനായിട്ട് ഇവിടെ നടപ്പുണ്ട് ഗൈസ്. ഇത് തോന്നണം അവിടെയാന്ന് തോന്നുന്നു ഗൈസ്. ട്രെയിൻ ട്രെയിൻ ഒന്നും മനസ്സിലായില്ലെങ്കിലും ആംഗ്യ ഭാഷയാണ് ഗൈസ്. എല്ലായിടത്തും വർക്ക് അവിടെ ശരിക്കും. അയ്യോ, സ്ഥലം എത്തിയിട്ട് നമ്മുടെ മച്ചാൻ പറഞ്ഞാൽ അവിടെ ക്യാമ്പ് ചെയ്യാൻ സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ പേപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനല്ലേ വേറെ മൂഡ് ഗൈസ്. അപ്പോൾ ഇതാണ് കേസ്. Tell me why, if I saw it. അതെ കിയാബി ആണോ അച്ഛൻ പറഞ്ഞ കിയാബി ഇവിടെ തന്നെ ഗൈസ്.
നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിൻ്റെ അവിടെ, റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കോർട്ടൊക്കെ ഉണ്ട് ആണോ. അതേനാ ടിക്കറ്റ് എടുക്കണ കൗണ്ടർ ഗൈസ്. ഇതാണ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതാഴ്ചയിട്ട് തൊണ്ട വരണ്ട് വച്ചാനെ. എസ്കലേറ്റർ കയറി സലറിനോ തപ്പി 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 ഇങ്ങനെ കിടക്കണാണ്. അയ്യോ, ഒറ്റയിടത്തിന് അറിയാൻ പാടില്ല ഇവിടെ മലയാളം. അയ്യോ, പക്ഷെ മലയാളമല്ല, ഇംഗ്ലീഷ്. എല്ലാവരും ഇറ്റാലിയനാണ്. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല ശരിക്കും. സോ നമുക്കിങ്ങനെ ചോദിച്ചു പോവാ. അത് വേറൊരു വൈബല്ലേ ഗൈസ്. സബ്വേ മൂഡ് ഗൈസ്. എന്ത് രസമെന്നറിയ എടുത്തപ്പോൾ നമ്മളൊരു ഹായിക കാണിക്കണ്ട് ഗൈസ്. സോ ക്യൂട്ട് മാൻ, സോ ക്യൂട്ട് കുട്ട. ഇതാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ. ഐ തിങ്ക് സോ. ടിക്കറ്റ്സ് ഹിയർ. എൻ്റെ മോനെ വട്ടം കറങ്ങണ ഇവിടെ കിടന്ന് ഒറ്റയിടത്തിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അത് പിന്നെ അങ്ങനെ ഇറ്റലിയിൽ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് വല്ല കാര്യം ഉണ്ടല്ലേ. പക്ഷേ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് പിന്നെ ഒരു മലയാളിനെ പരിചയപ്പെട്ട് ആളെനിക്ക് വഴി പറഞ്ഞു തന്നത്. അപ്പം ഞാൻ അവസാനം ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു. അത് എന്നെ ഇവർ നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു. ഞാൻ ഓർത്ത് പണി പാളിന്ന്. പക്ഷേ അവർ വഴി പറഞ്ഞു തന്നു. അപ്പോൾ അതാണ് അവിടെ അതിൻ്റെ അടിയിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ വെറുതെ കിടന്ന് ഇറങ്ങി. അപ്പോൾ പോട്ടെ. എൻ്റെ അമ്മോ ടിക്കറ്റ് കിട്ടി ഗൈസ്. ശരിക്കും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഒരു അമ്മച്ചി ഹെൽപ്പ് ചെയ്തതാണ്. അവർ ഹെൽപ്പ് ചെയ്ത് നമ്മളെ സെറ്റ് ചെയ്ത് തന്നു ഗൈസ്. സോ ഇനിയിപ്പോൾ ബാഗ് എടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് പോവാം. ഇതാണ് ഗൈസ് ബ്രിട്ടോ പൊറോട്ട. ഗൈഡ് ചെയ്യാനാണ്. ഇതാണ് ഗൈസ് ഇറ്റലിയിലെ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ട്രെയിനവിടെ കുറേ ട്രെയിൻ എടുപ്പുണ്ടല്ലോ ഇവിടെ. പ്ലാറ്റ്ഫോംസ്. Salerno vede all'interno 12,50. Questo è il codice del treno. English? Number of the train che c'è qui. Over there. Grazie. ഇതിൽ നമ്പർ ഉണ്ടെന്ന്. റീജിയണലി 5583. അതാണെന്ന് തോന്നുന്ന നമ്പർ. ട്രെയിനൊക്കെ നോക്കി. ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ സാധനം അല്ലേ. ഓ നൈസ്. ഇവരോട് ചോദിച്ചു നോക്കട്ടെ. 20. ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് ഗൈസ് അവിടെ. ട്രെയിനിൽ കയറി ഗൈസ്, ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾക്കൊരു നൈസ് സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് മോളിൽ തന്നെ നിൽക്കാം. അതാകുമ്പോൾ നൈസ് വിഷ്വൽസ് ഒക്കെ കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി മോളിൽ യെസ് ദെർ ഈസ് വിൻഡോസ്. നൈസ് വൈബ് ഹിയർ. AC ആണ് ഗൈസ് ട്രെയിൻ. വെരി നൈസാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഒറ്റപ്പെട്ടുള്ളൊരു യാത്ര. ഇനിയിപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ ഏതാണെന്ന് നോക്കണം. നെപ്പോളി. വണ്ടി എടുത്തട്ടാ. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെയാണ് കറക്റ്റ്. പക്ഷേ ട്രെയിൻ മാത്രം വൻ സെറ്റപ്പ് കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ക്ലാസ് എവിടെതാ ഞാൻ ഇരിക്കണത്. പക്ഷെ ഫുൾ AC ഫുള്ള് സീറ്റൊക്കെ ഒരു കുഷിനടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇതാണ് ഗൈസ് നെപ്പോളി. കണ്ടോ ഗൈസ് ഇറ്റാലി. എടാ അടിപൊളി മല.
ഇപ്പൊ നെപ്പോളി എങ്ങനെ എത്തിയെന്ന് ഗൂഗിൾ മാപ്പ് ഒക്കെ കണ്ടുപിടിക്കാല്ലേ. അടിപൊളി സ്ഥലമാടാ. ഒമ്പമ്പോ എനിക്ക് തോന്നണം നമ്മള് അങ്ങാടാണ് പോണേന്ന് തോന്നണ്ടാ. 40 മിനിറ്റിൽ എത്തുന്നേ ഇവിടെ. അപ്പൊ നോക്കട്ടെ ഗൈസ്. ഇത് താനെ തുറന്നു. ഇത് തുറന്നടാ. അടിപൊളി. ഇത് താനെ പറഞ്ഞല്ല, ബാക്കിലുള്ള ആള് പറഞ്ഞല്ലോ. ചന്ദ്രികേ മനസം യാത്രകളോടുള്ള പ്രണയം, ഈ ഭൂമിയോടുള്ള പ്രണയം, പ്രകൃതിയോടുള്ള പ്രണയം, സ്ത്രീകളോടുള്ള പ്രണയം, പക്ഷികളോടുള്ള പ്രണയം, മലകളോടും കടലിനോടും ഈ ലോകത്തിനോട്, ഈ ജീവിതത്തിനോട് തന്നെയുള്ള പ്രണയമാണ് ഗൈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രാന്തൊക്കെ എന്നെ കൂടെ ചെയ്യുന്നു. എത്ര നാളായെന്നറിയാം. എൻ്റെ ദൈവമേ, സെറ്റായാ മതി. സെറ്റാവും ഗൈസ്, സെറ്റാവും. ലവ്ലി, ഐ ലവ് യു ഗൈസ്. വേറൊരു ട്രെയിനൊക്കെ പോകണം. അവിടെ എന്ത് സ്മൂത്താ ട്രെയിന്. മറ്റേ ഭയങ്കര സ്മൂത്ത്, ഇളക്കമൊന്നും ഫീൽ ചെയ്യണില്ല. അമ്മാതിരി കുഷ്യൻ. അടിപൊളി. ഇവര് ടിക്കറ്റും ചെക്ക് ചെയ്തില്ല, ഒരു കുന്തവും ചെക്ക് ചെയ്തില്ല കേട്ടോ. ചുമ്മാ കയറി പോവാന്ന് തോന്നുന്നു. വെറുതെ ടിക്കറ്റ് എടുത്ത് പൈസ കളഞ്ഞു. പക്ഷെ ഫോർ സേഫ്റ്റി എടുക്കണ നല്ലല്ലേ. ഇവിടെ കുന്തം ഇല്ലല്ലേ, ഇല്ലാത്തല്ലേ. ഇപ്പോൾ ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കഥയും കൂടി നോക്കിക്കഴിഞ്ഞാൽ പരിപ്പിളകി. അയ്യോ, ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് നടക്കണം. എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. നോക്കട്ടെ, ഗൂഗിളുകളും മാപ്പറിൽ നോക്കി കണ്ടുപിടിക്കുകയാണ്. Video? I love you. You speak English or Italian? I speak English. You're from America? I'm from Naples. From? Naples. Napoli? Yeah. Are you Italian? Naples. It's in But Himalaya. you're America? Indian Himalaya. That's hello. Nepal. Nice to meet you. Yes. I like your style. Because it's true now I need like that because it's kaput. You're traveling? No, yes, 7 years, all Europe. All Europe. Wow. 7, Amsterdam, Rotterdam. ഇത് കണ്ടോ ഗൈസ്? I need €1. €1 only per. Non c'è niente kaput. Ho l'auto dicileri. Oh yes, I can give you €1. Italia un anno, tutto Venezia. You want €1? €1.50 massimo, non voglio un milione. Yeah, Fai no. di loro che vuoi, Emanuele. No problem. I love you too. No What's your problem. name? Mark it out. I'm right. I love you. Basta. Take €2. Thank you very much. How is your story, guys? ഞാനിത് കണ്ട നിങ്ങളാ. What's your name? My name's Ray. I'm not really nervous because actually Yes. scattato. ഇത് കണ്ട ഗൈസ്, യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്യണ വെച്ചാൽ. വാട്ട് ഇസ് യുവർ നെയിം സർ? Emanuel. ഇമാനുവൽ യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്യണ വെച്ചാൽ സൈക്കിളിൽ ഈ സാധനം ട്രോളി വെച്ചിട്ട്. ഇത് കണ്ടോ? ഇത് കണ്ടോ? യെസ്. ഓ വൈബ് വെർഷൻ. ഇതൊക്കെയാണ് നമുക്കൊരു മോട്ടിവേഷൻ കേട്ടോ വെച്ചാണ്. ഇത് കണ്ടാ? Amsterdam, Che Guevara. Which place you from? I'm from Czech Republic. Czech Republic. Living in Amsterdam. Amsterdam. Working in Amsterdam. Wow. Amsterdam, Rotterdam, Germany, Switzerland, Austria, Slovenia, Italy. Oh. Italy. ടാറ്റു കേട്ടോ. No. ആംസ്റ്റർഡാമിൽ നിന്നാണ്, ചെക്ക് റിപ്പബ്ലിക് ആണ്. പക്ഷെ ആംസ്റ്റർഡാമാണ് ആളിൽ നിന്നാണ് പറഞ്ഞത്. Napoli, Czech Republic. എല്ലായിടത്തും ഫ്ലാഗുകളുടെ കൂട്ടം വെച്ചേക്കണേണ്. ആള് സൈക്കിളിന് എന്ത് മൂടല്ലേ കളിച്ചാനേ. അടിപൊളി മച്ചാൻ, ഫ്രീക്കി സൂപ്പർ. അപ്പൊ ആൾക്ക് ഞാൻ ഒരു €2 കൊടുത്ത്. കാരണം ആളുടെ ഇങ്ങനെ ട്രാവലേഴ്സ്, നമ്മുടെ 10 പൈസ ഇല്ലെങ്കിലും ട്രാവലേഴ്സ് ആംസ്റ്റർഡാമിൽ. First coffee shop in Amsterdam. Oh, yes. Now it's not good because as I told you. Too much, yes.
Oh, എന്ത് വൈബ് വെച്ചാലേ അമ്പോ ഊട്ടം. You are motivating me. I am also traveling. Oh, your motivation. Cheers, man. Lovely. Yes. So I'm going. Bye bye. Yes. എന്താ മൂടല്ലേ മച്ചാനെ. നമ്മളെ 10 വയസ്സില്ല, പക്ഷെ ട്രാവൽ ആകനെ ആ സിം എടുക്കാനായിട്ട് ഇച്ചിരി ചില്ലറ ഒപ്പിച്ച് അതിൽ നിന്ന് ഞാൻ ഒരു 2 രൂപ എടുത്ത് കൊടുത്ത്. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ട. അവൻ്റെ പഞ്ചറായി പോയി. അവൻ പറഞ്ഞ് €1 എങ്കിൽ €1 തരാൻ പറഞ്ഞു. അവൻ ട്രാവലറാണ്, അവനൊരു തെണ്ടിയല്ല. അവനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് തോന്നി, ഞാൻ ഹെൽപ്പ് ചെയ്തു, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ എന്താ പറയുക, നോക്കാം, നമുക്കും ഇതുപോലെയൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നല്ലേ ഗൈസ്. അപ്പോൾ അവന് എന്താ വൈബ്, അവൻ ട്രാവൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ആംസ്റ്റർഡാം, അങ്ങനെ ഓരോ കൺട്രിയുടെ ഫ്ലാഗാണ് അവൻ്റെ കയ്യിൽ ബാക്കിലിരിക്കണം. അങ്ങ് എൻ്റെ മുന്നേ പോളി മനുഷ്യൻ. ഇമ്മാനുവൽ എന്നാണ് പേര്. വേറെ മൂഡ് ഗൈസ്, എന്തൊക്കെ സംഭവമാണ്. അപ്പോൾ ഇതാണ് ഗൈസ് സലേർണോ. കുറച്ചും കൂടി ആധുനികമായിട്ടുള്ള ബിൽഡിങ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ചുകൂടി നെപ്പോളിയനിലും കുറച്ചുകൂടി സെറ്റപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഒരു മിനിറ്റ്, ഇതുണ്ടോ, അവിടെ മലയുണ്ട്. നമ്മൾ മിക്കവാറും ആ മലയിലായിരിക്കും ഇന്ന് പോയി കിടക്കണം. ആദ്യം ഇവിടെ മൃഗങ്ങളുടെ അറ്റാക്കിങ് ഉണ്ടാന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഏത് മൂഡ് ഗൈസ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ലൊരു അന്തരീക്ഷം. നൈസ് വൈബ്, മൊത്തത്തിൽ നൈസ് വൈബ്. ഒരു തടിച്ച് പറവന്നെ എൻ്റെ ഫ്രണ്ടിൽ കണ്ടാ ബാക്കിൽ പോണ്. എന്ത് രസം, എന്തൊരു രസം, എന്തൊരു സുഖം. നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, എല്ലാം നല്ല വൈബ്. ഒരു കിടിലൻ ഹോണ്ട ബൈക്ക് ഗൈസ്. എന്താ ുമ്മ എനിക്ക് പെരുത്തിഷ്ടായി. എൻ്റെ മാൾട്ടയിലെ റൂം ഏറെക്കുറെ ഇതുപോലത്തെ ഒരു മൂടായിരുന്നു. കുറെ ചെടിയൊക്കെ പിടിപ്പിച്ച് പച്ചപ്പിൻ്റെ ഇടയിലുള്ളൊരു വീട് ഗൈസ്. ഞാൻ നോക്കിയിട്ടേ ഇതവിടെ ബീച്ച് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമുക്ക് അവിടെ ഒരു മല കാണുന്നുണ്ട് ഗൈസ്, ചെറിയ കാടും മലയൊക്കെ ഉള്ള ഒരു ഏരിയ. മിക്കവാറും ഇന്ന് അസൈലം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ പോയിട്ട് ക്യാമ്പിങ് ആയിരിക്കും, ക്ഷീണമൊക്കെ മാറ്റിയിട്ടെ. പിന്നെ ഇവിടെ വൈകുന്നേരത്തേക്ക് ഇവിടെ ഫ്രീ ഫുഡ് കിട്ടുമോ നോക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ഗൈസ്. വാവ്, നല്ലൊരു പാർക്ക്. ഓക്കെ, പക്ഷെ ഇവിടെ ഒന്നും മൂന്നാലായിട്ട് കിടക്കാൻ പറ്റില്ല, കിടക്കുമ്പോൾ കീടും പോവും. എൻ്റെ അമ്മോ, അടിപൊളി അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എൻ്റെ മോനെ പൊള്ളി. ഇതിൻ്റെ കളർ തന്നെയാണ്, ഭയങ്കര ക്ലിയർ വാട്ടറാണ്, ഒരുമാതിരി ഭയങ്കര സാൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ശരിക്കും. അവിടെ ഒരു ഷിപ്പൊക്കെ കിടപ്പുണ്ട്, ഇവിടെ ടൂറിസ്റ്റുകൾ കുളിക്കുന്നുണ്ട്, ടൂറിസ്റ്റുകളും ആൾക്കാരും. പിന്നെ നൈസ് വൈബ്. ഇപ്പം മല കയറണം, ദേ അതാണ് നമ്മ പറഞ്ഞ മല. അവിടെയൊക്കെ കയറിപ്പോയിട്ട് നൈസിന് എവിടെയെങ്കിലും ഊഞ്ഞാലെട്ടി കിടക്കണം ഗൈസ്. മുകളിൽ ഒരു കുരിശ് പോലെയൊക്കെ കാണുന്നുണ്ട്, നോക്കട്ടെ. വഴി നോക്കി, രണ്ട് സൈഡിലും ഒരുപാട് പൂക്കളും ചെടികളും, ഐ മീൻ മരങ്ങളും
വലിയ വലിയ ഇതാണ്. ആവോ പ്രാവ്. ഐസ് ഒഴിക്കാണ്, ഐസ് ഒഴി. പ്രണയം നിറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നല്ല കാറ്റുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. മറിയാണ്ടിരിക്കാൻ വേണ്ടി സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. നല്ല എന്തോ ഫുഡിൻ്റെ വേണം, കുഴിമന്തി പോലത്തെ വേണം. ഓ വിശന്നിട്ടും വയ്യ. കെബാബാണ്, കെബാബിൻ്റെ മണമാണ് ഗൈസ്. കുഞ്ഞു വഴി, വണ്ടിയൊക്കെ പോണ്ടേ. നൈസ് വൈബ്. ഹായ്. അറ്റൻഷൻ, ക്യാമറ ഉണ്ട് അത്ര നല്ല കാര്യം. വാവ്. ബാക്കിലേതോ വണ്ടി പറന്നു വരുന്നുണ്ടല്ലോ. Hey, yeah. Oh, nice vibe. സൈഡിൽ കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. മാലാക, വിഷമിച്ചിരിക്കുന്ന ഒരു മാലാകയുടെ പടം. പ്രണയിക്കുന്ന രണ്ട് നവദമ്പതികൾ. കൊച്ചുവഴി ഗൈസ്, കൊച്ചുവഴി. ഇടവഴികളാണ് എനിക്ക് പണ്ടേ ഇഷ്ടം, അല്ലെങ്കിലും അതെ. വാവ്, ഇത് വഴിയില്ലെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് ആ ഓഫീസ്. 12-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ക്ലോസ്ഡ് ആണെന്നോ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഊമ്പി. മൈ ഗോഡ്, ഇതന്നെ ഓഫീസ്. ശേ. Application of renewal for political asylum suspended during the summer from August 11 തൊട്ട് 24 വരെ. will reopen on 25. മൂഞ്ചി ഗൈസ്, മൂഞ്ചി. അപ്പോൾ നമ്മൾ ഫ്രീ ഫുഡ് കിട്ടണം, ഭക്ഷണമായിട്ട് കിട്ടണ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് പള്ളിയുടെ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. സോ ഇറ്റ്സ് ലൈക്ക് ഹലോ. അവളിത് ഇങ്ങനെ ചുണ്ടുപിടിച്ചേക്കണ്, ഒരു പൂച്ചൂട്ടിയുടെ പോലെ. പക്ഷെ ഭയങ്കര ക്യൂട്ടാട്ടോ. നൈസ്. അപ്പോൾ നമ്മളവിടെ പോണ ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പള്ളിയിലെ പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഓനപ്പള്ളി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇറ്റലി ഇറങ്ങിയിട്ട് ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ പള്ളി അത് ഇതാണ് ഗൈസ്. ഭയങ്കര ടയർഡാണ്, ഒന്നും കഴിച്ചിട്ടില്ല. നല്ല നൈറ്റ് കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്ത പരിപാടി വെക്കാം. DHLൻ്റെ ഒക്കെ വണ്ടിയാണല്ലോ. ഡോറുകളൊക്കെ കടയുടെ ഫ്രണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത്. അയ്യോ, പച്ചപ്പ്. ഓഫ്, എന്തൊരു സ്ഥലമാണ്. സ്റ്റെപ്പുകൾ കയറി 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 മുകളിലോട്ടെത്തണം ഗൈസ്. അയ്യോ, നല്ല ഇത്. ആംസ്റ്റർഡാമിലൊക്കെ ഇതുപോലെ തന്നെ ഉള്ള ബിൽഡിങ്സ്, ഇതുപോലെയൊക്കെ തന്നെ സ്റ്റെപ്പ്. പക്ഷെ ഓരോ സ്റ്റെപ്പിനും ഓരോ ബിൽഡിങ്ങിനും പല പല കളറാണെന്നൊക്കെ കേട്ടേക്കണം. ഭയങ്കര രസമായിരിക്കും അതിൻ്റെ വിഷ്വൽസൊക്കെ. നമുക്ക് പോവാം. വെയിറ്റ് മച്ചേ. ഇതാണോ ഡെല്ലൊക്കെ അറിയിട്ടാന്നൊക്കെ പറഞ്ഞു. ഐ തിങ്ക് ദിസ് ഇസ് ദ പ്ലേസ് ഗൈസ്. ക്യാമറ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കേടുമ്പോൾ റിച്ചിലിപ്പോൾ അത്ര ഉള്ളു. പൈസ ഇല്ലല്ലോ. അത് തന്നെ സ്ഥലം വെച്ചാനെ അടിച്ചിട്ടേക്കണെന്ന് പറഞ്ഞ്. പക്ഷേ എമർജൻസിക്കായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വെള്ളമെങ്കിലും തരാൻ പറഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളവും
പിന്നെ ഒരു 2-3 ബ്രെഡ് പലഹാരം അലർജിയാണ്. പക്ഷേ എന്തെങ്കിലും കഴിക്കട്ടെ. വിശന്നിട്ടായോ? ഇവിടെ അടുത്ത് കാടുണ്ട്, അവിടെ കയറാം. വേറെ സ്ഥലം നോക്കട്ടെ. പഴംപൊരി പോലത്തൊരു സാധനം, കുഴപ്പമില്ല. സംതിങ് എപ്പോഴും ഒന്നുമില്ലായ്മ നല്ലതല്ലേ. അടുത്ത് നിർത്തുന്ന ഗെയിം കളിയുണ്ട്. പ്രാവുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നില്ല. നമ്മളെ പോലെ തന്നെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് കാണിക്കണമല്ലോ. ആർക്കും തിന്നാൻ പറ്റണല്ലോ. അതേസമയം അവർ രണ്ടുപേരും കൂടി പയ്യെ സെപ്പറേറ്റ് ചെയ്യാൻ 2 സൈഡിലോട്ട് വലിച്ചൊരു വിസിലൊക്കെ പോയി ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ടി വരിക. ഇപ്പോൾ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിൽ അങ്ങാടും കാണും എറിഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് തിന്നണം, എനിക്ക് മാത്രം. ഇത് തന്നെയാണ് മനുഷ്യരുടെ പ്രശ്നം. ഷെയർ ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ. പിന്നെ കുറച്ച് എളുപ്പത്തിൽ ഇതാക്കാമല്ലോ. മറ്റേ എനിക്ക് എൻ്റെ സ്പീച്ച് കേട്ടോ. ഈ 2 ദിവസം എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നൊരു പ്ലാനിങ് ഇല്ല. കാരണം ഇവിടെ നിന്ന് ദൂരേക്ക് പോകാൻ പറ്റില്ല ആ പേപ്പർ ഇട്ടാണ്ട്. കാരണം അടിച്ചു കഴിഞ്ഞാൽ പണിയായി പോകും, പിടിച്ചുകൊണ്ട് പോകും. നമുക്ക് നോക്കാം, ചുമ്മാ അടക്കാം. ആദ്യം എവിടെയെങ്കിലും പോയിക്കാൻ നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് ഒരു സുഖമില്ല, കഴിക്കണ്ടായിരുന്നു. അതിനും വേഗം പട്ടിണി കിടന്നാൽ ആദ്യം. നമ്മൾ എത്ര വിശന്നാലും നമുക്ക് നമ്മുടെ അനങ്ങാണ്ടിരിക്കുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കാനല്ല. ഈ ബ്രെഡും പൊറോട്ടയും അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ തോന്നില്ല. പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അത് എനർജി കൂടിയിട്ടല്ല, ഈ സാധനം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി മൊത്തം ഡൈജസ്റ്റ് ആവുകയില്ല. മൈദല്ലേ. അപ്പോൾ ഇനി കഴിക്കാണ്ടിരിക്കണം. ചീറോ ഇവിടെ അതേ മറ്റേ വീലി ചെയ്യാൻ പോണു ഗൈസ്. ഞാൻ അവിടെ ദൂരെ കണ്ടപ്പോൾ നോയ്സ് വൈബ്. ഓ ലെറ്റ്സ് ഗോ ചീറോ. ഓ മാൻ, യെസ്, that was pretty nice. അടിപൊളി വൈബ്. പക്ഷേ ആകെ ക്ഷീണമായതുകൊണ്ട് പറ്റില്ല. ബൈ. ക്ഷീണമായതുകൊണ്ട് അവിടെ ഒരു പവർ കിട്ടുന്നില്ല ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. ഓ ഈ പള്ളിയാണോ, സൂപ്പർ പള്ളി, നൈസല്ലേ. പക്ഷെ എനിക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വീടുകൾക്കും മറ്റേ ജെയിൻറ്റുകൾക്ക് കയറാൻ പറ്റിയ സൈസിലെ ഡോറുകളാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അപ്പുറത്ത് കണ്ടോ. എൻ്റെ അമ്മ ഈ സ്ട്രീറ്റ് കൊള്ളാടാ. ഒരു ഗിറ്റാർ അവിടെ നിന്ന് ഒപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പണത്തിന് പഞ്ഞം വരില്ല. ഒരു ടർക്കി വിരിക്കുക, പാട്ട് പാടുക, ഫണ്ടൊപ്പിക്കുക, ട്രാവൽ ചെയ്യുക. എൻ്റെ മോനെ വെള്ളം കുടിച്ചാൽ പൂപ്പൽ വല്ലതും വരുമോ? വഴി പറഞ്ഞു തന്നെയായിരുന്നു മൗണ്ടൻസിൻ്റെ മുകളിലോട്ട്. വി ആർ hot mountain. So what is your name, brother? أهلا توانسة في Salerno وكهو. What is your name? مرتاد. Mortad. Mi chiamo Mortad, guys. My amigo. Sì, yes. Grazie amigo. Prego frate, buon vacanza. Oh. Ciao, bro. Ciao. കല്ലുകൊണ്ട് പണിതേക്കണ ഒരു പള്ളി. ഞാനിവിടെ ഇറ്റലിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് പാറക്കല്ല് കൊണ്ടുള്ള പള്ളിയൊന്നും വേറെ ഒന്നും കണ്ടില്ല കേട്ടോ ഗൈസ്. ഇത് നോക്കി, കോൺഫെറ്ററനിറ്റ ദി സ്റ്റിഫാനോ, യാവിൻ്റെ വിത്തുകൾ കൊടുക്കുന്ന കട. ഇത് നോക്കി, ഓറഞ്ച് ബഡ് സ്മാർട്ട് ഷോപ്പ്. നമുക്ക് നേരെ മേടിച്ചോണ്ട് പോകാം. ഇത് കണ്ടോ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളോ. നേരെ സ്ട്രൈറ്റ് മേടിച്ചോണ്ട് പോവാം കോയിൻ ഇട്ടിട്ട്. എത്ര രൂപ വേണം നോക്കട്ടെ. മിഠായി ഉണ്ടല്ലോ അവിടെ, 10 യൂറോ, 30 യൂറോ കഞ്ചാവിൻ്റെ അടിക്ക്, 10 യൂറോ ഡ്രിങ്ക്സിന് എന്തൊക്കെ. നൈസ്.
റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റ് നോക്കി നിങ്ങൾ. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് അടിക്കണമെങ്കിൽ വരണം. അപ്പോൾ നമുക്ക് ഒരു ജോലി സെറ്റ് ആയിട്ടാ. താങ്ക്സ് ടു മറിയാനക്ക് 25K ഫോളോവേഴ്സ് ഉണ്ട് ടിക്ടോക്കിൽ. ഞാൻ ഇപ്പോൾ ചുമ്മാ കയറിയിട്ട് മറിയാന സീറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇച്ചിരി വെള്ളം തരുമോ, എനിക്ക് വെള്ളം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്യണേ, ഐ എം ട്രാവലിങ് ആൻഡ് എനിക്ക് ഒരു ഇച്ചിരി വർക്ക് തരുമോ, 1 വീക്ക് വർക്ക് തരുമോ എന്ന് പറഞ്ഞപ്പോൾ മറിയാന സമ്മതിച്ച്. താങ്ക് യു മറിയാന, താങ്ക് യു മറിയാന. ഞാനടാ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്കൊരു വർക്ക് സെറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇതായിട്ടായിരിക്കും. ബായ് മറിയാന, സീ യു. ചേനെ ചില്ലറൊക്കെ ഉള്ളൊരു കുഴപ്പമായി, ഭക്ഷണത്തിനുള്ള കുഴപ്പമായി. റെസ്റ്റോറൻ്റ് അല്ലേ, എന്തെങ്കിലും കിട്ടും. ഇത് നോക്കി, സ്ഥലം നോക്കി. എൻ്റെ അമ്മോ, ഈ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയാണോ ഞാൻ മാൾട്ട വിട്ടത്. എൻ്റെ മോനെ, മാൾട്ടയിൽ മരുഭൂമി മാത്രമേ ഉള്ളായിരുന്നു. ഇതുകൊണ്ടാ ആൽമരം, പിന്നെ ചെടികൾ, പിന്നെ ഇവിടെ മുട്ട ടോയ്ലറ്റ് ഉണ്ട്, ചാരിറ്റി ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. റേസിസും കുറവാണ്. നല്ല സ്ഥലം, നല്ല രസം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കിടക്കണാണ് മച്ചാനെ. എന്ത് പച്ചപ്പാടാ, എന്തൊരു തണലാടാ, എന്തൊരു ചൂട് കുറവാടാ. ഓ വെള്ളം കിട്ടി. അപ്പോൾ പണിയായി. എൻ്റെ അമ്മേ ദൈവമേ. ഈ ടോയ്ലറ്റൊക്കെ നോക്കി, നല്ല വിജലിമ്പിച്ച സെറ്റപ്പ് അല്ലേ. എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു പെണ്ണ് ഓടിക്കളഞ്ഞു. എന്നെ കണ്ടപ്പോൾ അവൾ ഓടി. അപ്പം അവൾ പുറകെ ഓടി. അത് ഞാൻ ചോദിച്ചു നിങ്ങൾ യൂട്യൂബറാണോ? അല്ല, പേഴ്സണൽ റീസൺസ്. അവൾ എന്നെ എല്ലാം തോന്നാണ് എടുത്ത്, ഗാർഡനടുത്ത്. പക്ഷെ എന്നെ എടുത്ത പോലെ നല്ല ചിരിയായിരുന്നു കേട്ടോ അവളുടെ. പക്ഷേ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയില്ല. ഐ മീൻ വൈബ് കിട്ടിയിരുന്ന സെറ്റായിരുന്നു തന്നെ. പക്ഷേ ഐ മീൻ അവളോട് ട്രാവൽ ചെയ്യുകയല്ല ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒരു അരമണിക്കൂറിൽ വർക്കിന് കയറണം. അപ്പോൾ അങ്ങോട്ട് ആ ഒരു എനർജി കിട്ടണല്ലോ ഇപ്പോൾ. കാരണം ആ ഫുഡ് കഴിച്ചില്ല നമ്മൾ, ഭയങ്കര ക്ഷീണം. ഈ ബ്രെഡൊന്നും കഴിക്കില്ല കേട്ടോ, സീനാണ്. ഭയങ്കര തമോ ഗുണമുള്ള സാധനമാണ്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് പോവും, അതാ വിഷയം. നല്ല ഗാർഡനല്ലേ, എത്ര നേരം ഇവിടെ ഇരിക്കാനായിരുന്നു ഗൈസ്. നല്ല വൈബ്. രണ്ട് അടിപൊളി പെൺപിള്ളേർ ചിരിച്ചിട്ടൊക്കെ പോണു ഗൈസ്. ക്ലിയർ വ്യൂ ഓഫ് ദ മൗണ്ടെയിൻ ഗൈസ്. ഈ മച്ചാൻ്റെ ബാക്കിലിരിക്കുന്ന ആ മൗണ്ടെയിനില്ലേ, അവിടെയാണ് പ്ലാൻ ചെയ്യണം മച്ചാനെ ക്യാമ്പ് ചെയ്യാൻ. കുറേ നാളായി ഗൈസ്. നിർത്തിയതന്നില്ല സീവറയുടെ അവിടെ നിന്നിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വട്ടം ചാർന്ന വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഡ്യൂട്ടി കയറാറായി, ഓൾമോസ്റ്റ് 7 മണിയാവാറായി. ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ കയറിയിട്ട് ഒന്ന് വെള്ളമൊക്കെ നനച്ച് തുടച്ച് ശരീരം, എന്നിട്ട് കുറച്ച് സ്പ്രേയും പൂശി അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട്. ഇനിയൊന്നും ഒരു കാര്യം മറന്നുപോയി, വായ കഴുകാനായിട്ട്. അതിപ്പോൾ തന്നെ കഴുകാം. അപ്പോൾ നേരെ വർക്കിന് കയറാണ് നമ്മുടെ മറിയാനെ കുട്ടിയുടെ. അപ്പോൾ അങ്ങനെ ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ചൊരു വെയിറ്ററോ ഡിഷാഷറോ എന്തെല്ലോ പണിയുണ്ട്. അത് ചെയ്തിട്ട് അവിടെ ആൾക്കാർ ഓൾറെഡി ഉണ്ട് കേട്ടോ. ബാക്കി കാണുന്നതാണ് ഗൈസ്. കയറി ഓണായി തുടങ്ങുള്ളൂ. ഓക്കെ. ലോക്കറിന് yes. I am the all and all. Oh yes. all inclusive. Yes, Mariana, all inclusive, all and all she. No. Finally. Okay. ഓക്കെ ഗൈസ്, പാത്രം കഴുകാനുണ്ട്, ഒരു ലോഡുണ്ട്. എൻ്റെ പൊന്നെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല മച്ചാനെ. പണിക്കേറി പണിയൊക്കെ ചെയ്ത്, പക്ഷേ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് അതൊക്കെ ഓക്കെ. പക്ഷേ അമ്മച്ചി പറയണ ഒന്നും മനസ്സിലാവണില്ല. അവസാനം ഗൂഗിൾ ട്രാൻസ്ലേറ്റിനും മനസ്സിലാവണില്ല. അവസാനം എന്ത് ചെയ്യുമെന്നായിപ്പോയി. അവസാനം അമ്മച്ചി പറഞ്ഞു എന്നോട് നാളെ വന്നാൽ മതി, ഇന്നൊന്നും സെറ്റ് ആവണില്ലെന്ന് പറഞ്ഞു.
ക്ലീനൊക്കെ ചെയ്തു. പക്ഷേ എന്താണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്? ഡൈനിങ്ങിന് വേണ്ട ആദ്യമാണ്. ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ട് ഏതാണെന്ന് മനസ്സിലാവണല്ല. മൊത്തം ഇറ്റാലിയൻ പക്ഷേ ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ പാടില്ല. അങ്ങനെ ഗൈസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോൾ എൻ്റെ അമ്മ. ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര ഒരു മറ്റേ പടപടാന്നുള്ള മൂടായിരുന്നു. No, I'm trying to walk my way to a forest. So I could put my hammock and sleep. എന്തൊരു കഷ്ടമാണ്, എന്തൊരു പാടാന്നറിയോ. ഞാൻ മണ്ടത്തരം പിന്നെയും കാണിക്കണേണ്. നേരത്തെ തന്നെ ഞാൻ ഒരു ഉറങ്ങാനൊരു സ്ഥലം അങ്ങനെ കാട് കയറി ആ വൃത്തിയിടന്മാർ ഫുഡ് കൊണ്ടുവന്നേരോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മൊത്തം തെണ്ടി തിരിഞ്ഞത്. ഇപ്പം ഫുഡും കിട്ടിയില്ല, ഭക്ഷണവും കിട്ടിയില്ല, ഉറങ്ങാൻ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് വഴിയും കിട്ടണില്ല. റേഞ്ച് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ പക്ഷെ ഇത് ഇനി ആവർത്തിക്കരുത്. ഇരുട്ടണേന് മുന്നേ ഏതെങ്കിലും നൈസ് സ്ഥലം കണ്ടുപിടിച്ച് ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിക്കോളാം. എനിക്ക് തന്നെയുള്ള മെസ്സേജാണിത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളത് കറങ്ങാണ്ട് വരല്ലേ. വെള്ളമില്ല, ഫുഡുമില്ല. ഓ മാൻ, ഓക്കെ, നല്ല രസമുണ്ട് സ്ഥലങ്ങളൊക്കെ. നൈറ്റ് വിഷന് നല്ലൊരു ക്യാമറ എടുക്കണം കുറച്ച് കഴിയുമ്പോൾ. കാരണം അമ്മമാര് വൈബുള്ള ഇത് കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ. ഏതോ ഒരു ടണലിനുള്ളിൽ കൂടി. വൈറ്റ് ലൈറ്റ് അല്ല കേട്ടോ, പച്ചയും മഞ്ഞ. പച്ച അല്ലല്ലോ, വൈറ്റ് ആണോ? പക്ഷെ എനിക്ക് ഏതോ ഒരു ഏരിയയിൽ വന്നു വിട്ടേക്കണേണ്, അറിയില്ല. ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട്. ഇവിടെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിറുക്കന് ഓടി വരും. താഴെ ഹൈവേ ആണ്. ഒരു മരയുടെ മണ്ടക്ക് ഒരു കണക്കിന് ഇങ്ങനെ കയറി ഇതാക്കിയാണ്. അപ്പോൾ 2 പൈൻ മരമുണ്ട്. താഴത്തെ ഒരു കൊക്ക പോലെയാണ്. നോക്കട്ടെ, കിടന്നുറങ്ങട്ടെ. നല്ല ക്ഷീണമുണ്ട് മോനെ. നേരത്തെ വരണ്ടായിരുന്നു, ഭയങ്കര മിസ്റ്റേക്കാണ്. ഞാൻ